പ്രൈസ് ദി ലോർഡ്. ഒരു അത്ഭുതകരമായ രോഗസൗഖ്യം ഉണ്ടായി. അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഈ സാക്ഷ്യത്തിൽ, അതുകൊണ്ടാണ് ഞാൻ വന്നത്. സാക്ഷ്യം പറയാതെ പോയി കഴിഞ്ഞാൽ എന്നോട് തന്നെ ചെയ്യുന്ന ഒരു തെറ്റായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ, അതായത് നമ്മുടെ ധ്യാനം ഈ മാസം 8, 9, 10 തീയതികളിലായിരുന്നു. അതായത് വെള്ളി, ശനി, ഞായർ. ബുധനാഴ്ച എന്റെ മകളുടെ ഹസ്ബൻഡ്, അവര് ടി സി പാളത്താണ് താമസിക്കുന്നത്. അപ്പം പുള്ളിക്ക് ഒരു ഉച്ചയായപ്പം അതികഠിനമായ വേദന ഇവിടെ വലത്തുവശത്ത്, അതികഠിനം സഹിക്കാൻ വയ്യാതെ വേദന അനുഭവം. അപ്പം ഞങ്ങൾക്ക് ഉടനെ വിളിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ആളെ ഡോക്ടറെ കണ്ട് കാണിക്കുക. അങ്ങനെ അവർ അന്ന് പെയിൻ കില്ലറൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം വ്യാഴാഴ്ച ടി സി പാളത്ത് കൊണ്ടുപോയി, ചിന്മയ മിഷൻ ആശുപത്രിയിൽ കൊണ്ടുപോയി ENT സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചു. ഉടനെ തന്നെ ഡോക്ടർ പറഞ്ഞു ഒരു സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്റ്റോൺ ഉണ്ട്, അതുകൊണ്ടാണ് വേദന. സലിവറി ഗ്ലാൻഡിൽ, അതായത് ഊതിയ ഗ്രന്ഥിയിൽ സ്റ്റോൺ ഉണ്ട്, അതുകൊണ്ടാണ് വേദന എടുക്കുന്നത് പറഞ്ഞു. അവിടെ ബ്ലോക്ക് ആയിരിക്കുകയാണ്, ഇൻഫെക്റ്റഡ് ആയിരിക്കുകയാണ്, അതുകൊണ്ടാണ് വേദന ഉണ്ടായത്. നിങ്ങൾ ആലോചിച്ച് ഓപ്പറേഷൻ റെഡിയാണെങ്കിൽ പറയുക. ഉടനെ അവർ വിചാരിച്ച് ശരി അതൊക്കെ പറയാം, ഒരു സെക്കൻഡ് ഒപ്പീനിയൻ കൂടെ എടുത്തിട്ട് എന്നുള്ള രീതിയിൽ അടുത്ത ദിവസം പെയിൻ കില്ലറൊക്കെ കൊടുത്തു കിട്ടുന്നത്. അടുത്ത ദിവസം ഒരു ചിന്മയ മിഷനിൽ നിന്നും അവിടുന്ന് മണിപ്പാൽ ആശുപത്രിയിലെ ഡോക്ടറെ കാണിക്കാറുണ്ട്. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വേണ്ടി അവിടെ പോയായിരുന്നു. അപ്പൊ അവിടെ പോയി ഡോക്ടറെ കാണിച്ചു. ഉടനെ ഡോക്ടർ പറഞ്ഞു ഈ ഒരു CT സ്കാൻ ചെയ്യുന്നു പറഞ്ഞു. അതാണ് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നത്. നമുക്കൊരു CT സ്കാൻ ചെയ്തു. അപ്പൊ CT സ്കാൻ ചെയ്ത് കഴിഞ്ഞ് അതിന്റെ റിപ്പോർട്ടുകൾ കാണിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു 3 സ്റ്റോൺ ഉണ്ട്, 2 ചെറുതും 1.5 സെന്റിമീറ്റർ വലുപ്പമുള്ള ഒരു സ്റ്റോൺ കൂടെ ഈ ഗ്രന്ഥിയിലുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേദന. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് സർജറി ചെയ്യണം. സ്റ്റോൺ മാത്രം എടുത്ത് കളയാനൊക്കത്തില്ല, മൊത്തം ഗ്ലാൻഡോട് കൂടി എടുത്ത് കളയാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ആയിട്ട് തിങ്കളാഴ്ച ഈവനിങ്ങില് ഇവിടെ മണിപ്പാലിൽ കൊണ്ട് അഡ്മിറ്റ് ആവുക. ചൊവ്വാഴ്ച ഫസ്റ്റ് കേസ് ഓപ്പറേഷൻ ചെയ്യുന്നതായിരിക്കുന്നു. അപ്പൊ ഞങ്ങളെല്ലാം പ്രാർത്ഥനയിലൊക്കെ ഇങ്ങനെ ഇരിക്കാൻ. അപ്പോഴാണ് നമ്മുടെ ഇവിടെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മക്കളെ ഈ ധ്യാന സമയത്ത് അവരെ അവിടെ നോക്കാൻ പ്രയാസമായുണ്ട്. കൊച്ചു 2 പിള്ളേരുണ്ടായിരുന്നു. അവര് 3 ദിവസം അവർ ധ്യാനം കൂടി. അപ്പം ആ ബക്കറ്റിനകത്ത് ഇടുകയും ചെയ്തു, ഒക്കെ ചെയ്തു. അതിനുശേഷം നിങ്ങളൊരു പക്ഷേ കേട്ട് കാണും, അച്ഛൻ ഈ രോഗസൗഖ്യം, അതായത് നമുക്ക് ഞായറാഴ്ച 12 മണിക്കാണ് ആരാധന തുടങ്ങുന്നത്. ആരാധന സമയത്ത് ഒരു 12, 12:30 ആയിട്ടാണ് അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു രോഗസൗഖ്യത്തിന്റെ കൂടുതൽ ഇതിൽ ഒരു രോഗി അച്ഛൻ പറഞ്ഞു കൂടാതെ ഒരു രോഗിക്ക് ഓപ്പറേഷൻ ഡേറ്റ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഓപ്പറേഷൻ വേണ്ട എന്ന് കർത്താവ് കാണിക്കുന്നു. ഇത്രേ പറഞ്ഞുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു കർത്താവ് അത് ഈ മകനായിരിക്കണ്ടേ എന്ന് വിചാരിച്ചു. കാരണം ഈ 5 ദിവസമായിട്ട് ഒന്നും കഴിക്കുന്നില്ല. ഞായറാഴ്ചയാണ് 5 ദിവസമായിട്ട് ഒന്നും കഴിക്കുന്നില്ല, വെറും ലിക്വിഡ് ഫുഡ് മാത്രമാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ശരി ഓപ്പറേഷൻ ചെയ്യേണ്ട രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഈ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് ഞാനൊക്കെ കഴിഞ്ഞ് 12:30, 1 മണി ഊണൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഞാൻ അവരുടെ വീട്ടിലേക്ക് ഒന്ന് ഫോൺ ചെയ്തു. ഈ 2:30 ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞു ഇന്നപോലെ ഉച്ചയായപ്പം പെട്ടെന്ന് വായിക്കാത്ത ഒരു പശുവും കുറച്ച് മുളകുപൊടിയില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വേദന ഇല്ലായിരുന്നു പറഞ്ഞു. വേദന ടോട്ടലി പോയി. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചക്കത്തെ ആഹാരം കുറച്ച് കഴിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ വൈകിട്ട് പോയി അവിടെ. അപ്പം വൈകിട്ട് പിന്നെ കഴിച്ചു ആഹാരം, കുഴപ്പമില്ല. പിറ്റേ ദിവസം രാവിലെ ആ മണിപ്പാലിനെ ഡോക്ടറെ വിളിച്ചു ചോദിച്ചു, ഡോക്ടറെ ഇന്ന പോലെയാണ് സംഭവിച്ചത്, ബ്ലഡും ഇങ്ങനെ പശുക്കളുടെ വന്നു, ഇപ്പൊ വേദനയൊന്നുമില്ല, ആഹാരം കഴിച്ചു, എന്താണ് ചെയ്യേണ്ടത്? അതൊരു ഗുഡ് ന്യൂസ് അല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തിരിഞ്ഞു വെച്ച് വരണ്ട, ഒരാഴ്ച കഴിഞ്ഞ് ഒരു സ്കാൻ ചെയ്തിട്ട് വന്നിച്ചാൽ മതി. അപ്പൊ നിങ്ങളിങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോകാനുള്ള രീതിയിൽ അപ്പൊ കഴിഞ്ഞ തിങ്കളാഴ്ച പോയി അത് ചെയ്തു. ഈ 2-3 ദിവസം മുമ്പ് തിങ്കളാഴ്ച പോയി സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ തന്നെ ആ കാർഡിയോളജിസ്റ്റ് റേഡിയോളജിസ്റ്റ് പറഞ്ഞു ഒരു സ്റ്റോണും ഇല്ല, എല്ലാം പോയിരിക്കുന്നു പറഞ്ഞു. താങ്ക് യു ജീസസ്.